ഹായ് ഫാൻസ് ഓൺ ബ്ലാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സൈനിങ് ആയിരുന്ന റാഫേൽ മെസ്സിയെക്കുറിച്ചാണ്. ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മാച്ചോടുകൂടി റാഫേൽ മെസ്സിയെക്കുറിച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസുകളും അദ്ദേഹത്തിൻ്റെ കളിയെക്കുറിച്ച് ഒരുപാട് പേര് തെറ്റായ രീതിയിലും വിശകലനം ചെയ്യുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മെസ്സിയുടെ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ മത്സരം കൊണ്ടൊന്നും ഏതൊരു പ്ലെയറിനെയും അദ്ദേഹത്തിൻ്റെ കാലിബർ അളക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം പ്രത്യേകിച്ച് മെസ്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സി അവസാനമായിട്ട് ടീമിൽ ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ആദ്യമായിട്ട് പ്രീ സീസൺ കളിക്കുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ടീമുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹം. കൂടാതെ ഇപ്പം നമ്മുടെ സ്റ്റാർ പ്ലെയറായ സഹൽ അബ്ദുൾ സമദ് തന്നെ അദ്ദേഹം 2017 സീസണിൽ അവസാന 2 മാച്ചുകളിൽ കളിക്കാൻ ഇടയുണ്ടായി. ആ 2 കളിയും പറയത്തക്ക രീതിയിൽ നല്ലൊരു മികവാർന്ന കളി സഹലിന് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ 2018 സീസണിൽ വളരെ നല്ല മികച്ച കളിയായിരുന്നു അദ്ദേഹം പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു കളി കൊണ്ടോ അല്ലെങ്കിൽ 2 കളി കൊണ്ടോ ഒരു പ്ലെയറെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പുറത്തെടുക്കാനോ അദ്ദേഹത്തിന് പറ്റിയെന്ന് വരില്ല. എന്ന് വിചാരിച്ച് ആ പ്ലെയർ ഒരു മോശം പ്ലെയർ എന്നല്ല, അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ ടൈം കൊടുക്കണം ആദ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള മുന്നേയുള്ള ഒരു നെഗറ്റീവ് കമൻസ് മാക്സിമം എല്ലാവരും ഒഴിവാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് മെസ്സിയുടെ ആട്രിബ്യൂട്ട് ചാർട്ട്. ഇതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം മെസ്സി ഒരു അറ്റാക്കിങ്ങിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചാർട്ടുകളെല്ലാം ഏകദേശം ഒരു ബാലൻസ്ഡ് ആണ്. ഫിസിക്കലി മാത്രമാണ് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉള്ളൂ. ബാക്കി സ്പീഡ് ആയിക്കോട്ടെ, മെൻ്റൽ ആയിക്കോട്ടെ, ടെക്നിക്കൽ, ഡിഫെൻഡിങ്, അറ്റാക്ക്, ഇത് ബാക്കി 4ഉം 5ഉം ഒരേ സെയിം ലെവലാണ്. അതായത് ഒരു വലിയൊരു പ്ലെയർ ആണെന്ന് ആദ്യമേ നമുക്ക് പറയാൻ പറ്റില്ല മെസ്സിയെക്കുറിച്ചിട്ട്. ഒഗ്ബെച്ചിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഒഗ്ബെച്ചിയുടെ ആ ലെവൽ പോലും അദ്ദേഹത്തിനില്ല. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മോശം പ്ലെയർ ആണെന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെടുന്നില്ല. നല്ലൊരു കാലിബറുള്ള പ്ലെയർ തന്നെയാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ISL തിളങ്ങാൻ പറ്റിയേക്കാം. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തോന്നിയത് അറ്റാക്കിങ്ങിനേക്കാളും ഡിഫൻഡിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കാലിബർ ഉണ്ട്. അതായത് അദ്ദേഹം മെയിനായിട്ടും സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കുന്നതാണെങ്കിലും എൽക്കോ അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നത് വിങ്ങുകളിലായിരിക്കും. കാരണം നല്ല ക്വാളിറ്റിയുള്ള ക്രോസുകൾ പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. അതായത് അറ്റാക്കിങ്ങിൽ ഒഗ്ബെച്ചയെ നല്ല രീതിയിൽ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൂടാതെ അദ്ദേഹം സെൻറ്റർ ഫോർവേഡ് ആണെങ്കിലും ലെഫ്റ്റ് വിങ് അദ്ദേഹത്തിന് ചേർന്നൊരു പൊസിഷനാണ് ഈ എൽക്കോയുടെ പ്ലാന് പ്രകാരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡിഫെൻസീവ് കഴിവുകൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറെ ഒരുപാട് സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് അനാലിസിസ് ചെയ്തു നോക്കാം. ഓവറോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 20ൽ 11 പോയിൻ്റാണ് കൊടുത്തത്. അത് മോശമില്ലാത്തൊരു പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യത്തിലും ഏകദേശം ഒരു മോശമില്ല എന്നുള്ള രീതിയിലേ പറയാൻ പറ്റൂ. നല്ലൊരു പ്ലെയർ ആണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട് കണ്ടിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ISL അദ്ദേഹത്തിന് തിളങ്ങാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ടും. ഇപ്പോൾ അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയെന്ന് വെച്ചാൽ വെറും 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഡിഫെൻഡിങ് ആണെങ്കിൽ അതിനേക്കാൾ ഒരു പൊടി മുന്നിലാണ് അദ്ദേഹം. 11 പോയിന്റ് ഡിഫെൻഡിങ്ങിന് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടും കുഴപ്പമില്ല, നോട്ട് ബാഡ് ആണ്. മെൻ്റലായിട്ടും അതുപോലെ ഫിസിക്കലായിട്ട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം 13 പോയിന്റ് ഉണ്ട്. നല്ല ഹൈറ്റും നല്ല സ്ട്രെങ്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ഫിസിക്കലായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. സ്പീഡും ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്ട്രെങ്ത് തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ളത്. 15 പോയിന്റ് അദ്ദേഹത്തിന് സ്ട്രെങ്ത്തിലുണ്ട്. അതുപോലെ തന്നെ ബ്രേവറി, നല്ല ധൈര്യമുള്ള ഒരു പ്ലെയർ തന്നെയാണ്. 20ൽ 15 പോയിന്റ് അതിലുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുസ്തഫയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നല്ല വർക്ക് റേറ്റുള്ള ഒരു പ്ലെയർ ആണ്. കാരണം അദ്ദേഹം അറ്റാക്കിങ്ങിലും അതുപോലെ തന്നെ ഡിഫൻസിലും നല്ലൊരു ഹെൽപ്ഫുൾ ആയ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഗ്രൗണ്ടിൽ മുഴുവനായിട്ടും അദ്ദേഹത്തിൻ്റെ കാണാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ വർക്ക് റേറ്റ് അദ്ദേഹത്തിന് കൂടുതലാണ്. 15 പോയിന്റ് വർക്ക് റേറ്റിലുണ്ട്. ഒരു ആഫ്രിക്കൻ പ്ലെയർ ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത്തും ഹൈറ്റൊക്കെയുള്ള ഫിസിക്കലായിട്ട് സ്ട്രോങ് ആയ പ്ലെയർ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാമിനയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഹെഡിങ് കപ്പാസിറ്റി. അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോകളിൽ കണ്ടെങ്കിലും ഈ ആട്രിബ്യൂട്ടിൽ ഞാൻ ഈ ഹെഡിങ് കപ്പാസിറ്റി കണ്ടു. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഹെഡിങ് കപ്പാസിറ്റി. കാരണം എൽക്കോ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്ലേയേഴ്സിനെല്ലാം ഈ നല്ല ഹെഡിങ് കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മോശം ആട്രിബ്യൂട്ട്സ് നോക്കുകയെന്ന് വെച്ചാൽ അത് നല്ലൊരു വിഷനൊന്നും ഇല്ലാത്തൊരു പ്ലെയറാണ്. അതായത് സഹലിനൊക്കെ പോലെ നല്ലൊരു ത്രൂ ബോൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കീ പാസ് കൊടുക്കാനോ ഒന്നും ഒരു
ക്വാളിറ്റി വളരെ കുറവായൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഫ്ലെയർ വളരെ കുറവാണ്. അതായത് ഒരു പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റിലൂടെ ഡിഫൻഡേഴ്സിനെ വെട്ടി മുന്നിലേക്ക് കയറുന്ന ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് വളരെ കുറവാണ്. അതായത് പെട്ടെന്നുള്ളൊരു സ്കിൽഫുൾ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ നടത്താനൊക്കെ താല്പര്യം കുറവ് കാണിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ പാസിങ്ങിൽ ഒരു 9 പോയിന്റ് ഉണ്ട് 20. അത് മോശമില്ല എന്നൊക്കെ പറയാൻ പറ്റൂ. ഒരു നല്ലൊരു പാസിംഗ് ആബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ഒന്നുമല്ല. ടെക്നിക്കലായിട്ട് 10 പോയിന്റ് ഉണ്ട്, അതും കുഴപ്പമില്ല. നമ്മൾ ടെക്നിക്കലായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങും 10 പോയിന്റാണ്. അദ്ദേഹം അതൊരു മോശമില്ലാത്തൊരു വാല്യൂ തന്നെയാണ് 10 പോയിന്റ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കലായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് വെച്ചാൽ കോർണർ ടേക്കിംഗ് ആണ് ഉദ്ദേശിച്ചത്. കോർണർ ടേക്കിംഗ് ഒരു കുഴപ്പമില്ല, നോട്ട് ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. 20ൽ 10 പോയിന്റ് ഉണ്ട്. ക്രോസിംഗ് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, 10ൽ 11 പോയിന്റ്. അപ്പോൾ ഞാൻ ഈ ക്രോസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും 11 പോയിന്റ് ഉള്ളൂ എന്ന്. അപ്പോൾ ഞാനൊരു ഹെൽപ്പിംഗ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം മുംബൈ സിറ്റിയിൽ കളിക്കാൻ വന്ന അർണോൾഡ് ഇസോക്കോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു. നല്ല ഫിസിക്കലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ. അദ്ദേഹത്തിൻ്റെ ക്രോസിംഗ് തന്നെയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്ത ഒരു പ്ലെയർ ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ 7 അസിസ്റ്റുകൾ ചെയ്തിരുന്നു. മൊഡു സുഗുവിന് ഒരുപാട് നല്ല നല്ല ക്രോസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലെയറിൻ്റെ ക്രോസിംഗ് എബിലിറ്റിയിൽ ആട്രിബ്യൂട്ട്സിൽ അദ്ദേഹത്തിനുള്ള പോയിന്റ് 20ൽ 10 ആയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് നമ്മുടെ മെസ്സിക്ക് 20ൽ 11 പോയിന്റ് ഉണ്ട്. അപ്പോൾ ക്രോസിംഗ് എന്തായാലും അദ്ദേഹത്തെക്കാളും മികച്ചത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഡ്രിബിളിംഗ് മോശമില്ലാത്തൊരു സ്കില്ലിംഗ് ഉണ്ട്. അതുപോലെ ഫിനിഷിംഗ് 13 പോയിന്റ് ഉണ്ട്. പക്ഷേ അതൊരു മോശമില്ല, ഒഗ്ബച്ചയേക്കാളും കുറച്ച് താഴെയാണെന്നൊക്കെ പറയാൻ പറ്റൂ. ഫസ്റ്റ് ടച്ച് ഒരു 20ൽ 10 പോയിന്റ്, അതും മോശമില്ല. ഫ്രീ കിക്ക് ടേക്കിങ്ങും കുഴപ്പമില്ലാത്ത പോയിന്റ് ഉണ്ട്. എന്നാൽ ഹെഡിങ് കപ്പാസിറ്റി വളരെ നല്ലൊരു കപ്പാസിറ്റി ഉണ്ട്. കാരണം എൽക്കോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽക്കോ നല്ല ഹെഡിങ് കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സിനെ തന്നെയാണ് നമ്മുടെ ടീമിൽ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും നല്ല ഹെഡിങ് കപ്പാസിറ്റി ഉണ്ട്. മോശമില്ലാത്ത രീതിയിൽ ലോങ് ഷോട്ട് എടുക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ ലോങ് ത്രോ ഒക്കെ കുറവായിരിക്കും. കാരണം നമ്മൾ ലോങ് ത്രോ ഒക്കെ എടുക്കാൻ ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ആട്രിബ്യൂട്ട് ഒന്നുമല്ല. അടുത്ത ആട്രിബ്യൂട്ട് മാർക്കിംഗ് ആണ്. ബേസിക്കലി ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ കൂടി അദ്ദേഹം നല്ല ഡിഫൻസീവ് ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കിംഗ് അദ്ദേഹത്തിന് വലിയൊരു നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ പാസിങ്, നല്ലൊരു പാസിങ് വേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേങ്കിൽ പാസിങ് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റും. നല്ലൊരു പാസിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ഒന്നുമല്ല. പെനാൽറ്റി ടേക്കിങ് കുഴപ്പമില്ല, 20ൽ 11 പോയിന്റ് ഉണ്ട്. അതെല്ലാം ഒരു ഏവറേജ് വാല്യൂ ആണ് അദ്ദേഹത്തിന്. അതൊരു വലിയൊരു പ്ലെയർ എന്ന് നമ്മൾ കൺസെപ്റ്റിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം അതൊരു വലിയൊരു ഒഗ്ബച്ചയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ ഒന്നുമല്ല. നമുക്കൊരു ബാക്കപ്പ് സ്ട്രൈക്കർ എന്നുള്ള നിലയിൽ മാത്രമേ അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റൂ. പിന്നെ ടാക്ലിംഗ്, അദ്ദേഹം പ്രത്യേകിച്ചിട്ട് ഒരു സെൻറ്റർ ഫോർവേഡിന് ഈ ഒരു ആട്രിബ്യൂട്ട് ഞാൻ ഇതുവരെ ഒരു ആൾക്കും കണ്ടിട്ടില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ടാക്ലിംഗ് എന്നൊരു ആട്രിബ്യൂട്ട് ഇവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. കുഴപ്പമില്ലാത്ത ടാക്ലിംഗ് ഉണ്ട്. പിന്നെ ടെക്നിക്കലായിട്ട് 10 പോയിന്റ്, അതും കുഴപ്പമില്ല. എല്ലാം ഒരു ആവറേജ് സ്റ്റാറ്റ്സ് ആണ് അദ്ദേഹത്തിന് ഉള്ളത് തന്നെ. ഇനി മെൻ്റൽ എബിലിറ്റീസ് നോക്കുകയെന്ന് വെച്ചാൽ അഗ്രഷനിൽ നല്ലൊരു പോയിന്റ് ഉണ്ട്, 14 പോയിന്റ് ഉണ്ട്. 20ൽ 14 പോയിന്റ്. കുഴപ്പമില്ലാത്ത അഗ്രഷൻ ഉണ്ട്. ആൻറ്റിസിപ്പേഷൻ, ഒരു സ്ട്രൈക്കർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ക്വാളിറ്റിയാണ് ആൻറ്റിസിപ്പേഷൻ. അതായത് ബോൾ ഇനി അടുത്തതായിട്ട് എവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ആൻറ്റിസിപ്പേഷൻ. അത് അദ്ദേഹത്തിന് 13 പോയിന്റ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബോൾ മറ്റുള്ള പ്ലെയറിന് പിടിച്ചെടുക്കാനോ അതുപോലെ ബോളിന് വേണ്ടി ചാർജ് ചെയ്യാനുള്ളൊരു ബ്രേവറി അദ്ദേഹത്തിനുണ്ട്. നല്ല ധൈര്യമുള്ളൊരു പ്ലെയറാണ്. കമ്പോസർ കുറവില്ല, മോശമില്ല. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുസ്തഫയ്ക്ക് കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കുറവ് കമ്പോസർ മുസ്തഫയ്ക്കായിരുന്നു, അതായത് ആത്മനിയന്ത്രണം. ഇദ്ദേഹത്തിന് കുഴപ്പമില്ല. അത് മെൻ്റൽ എബിലിറ്റിയിൽ ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് കമ്പോസർ. അത് അത്യാവശ്യം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഡിഫൻഡർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് കോൺസെൻട്രേഷൻ. അതായത് അദ്ദേഹം മാർക്ക് ചെയ്ത പ്ലെയറെ വിടാതെ പിന്തുടരാനുള്ള ഒരു കോൺസെൻട്രേഷൻ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ആ ഒരു ഡിഫൻഡർക്ക് വേണ്ട ഒരു കോൺസെൻട്രേഷനാണ് ഇദ്ദേഹത്തിന് നല്ല രീതിയിലുണ്ട്. കാരണം ഇദ്ദേഹം ഡിഫൻസിനെയും കൂടി സഹായിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് കോൺസെൻട്രേഷനും ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഡിസിഷൻ മേക്കിംഗ് 20ൽ 10 പോയിന്റേ ഉള്ളൂ, അതും കുഴപ്പമില്ല, ഒരു ഏവറേജ് ആണ്. ഡിറ്റർമിനേഷനും കുഴപ്പമില്ല. ഫ്ലെയർ അതും നേരത്തെ പറഞ്ഞതാണ്, അതും ഫ്ലെയർ ആവശ്യമുള്ളതായിരുന്നു. പക്ഷേ ഇതില്ലെങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല. ലീഡർഷിപ്പും ഉണ്ട്. അതായത് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ പ്ലേയേഴ്സിനും എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ലീഡർഷിപ്പുള്ള പ്ലേയേഴ്സാണ്. അവരവരുടെ പൊസിഷനുകളിൽ, അതായത് സെൻറ്റർ ബാക്ക് ആയിക്കോട്ടെ സ്വീവർലൂൺ ഉണ്ട്, ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ മുസ്തഫയുണ്ട്, അതുപോലെ ഇപ്പോൾ അറ്റാക്കിംഗ് ലൈനിൽ വരികയാണെങ്കിൽ ഒഗ്ബച്ചയുണ്ട്, ഈ മെസ്സി ഉണ്ട്. എല്ലാവർക്കും ലീഡർഷിപ്പ് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. അപ്പോൾ പറഞ്ഞ് കളിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് നല്ല രീതിയിൽ ടീമിൽ ഉണ്ടാകാൻ പറ്റും. ഇതുവരെ ഇല്ലാത്തതും അങ്ങനെ ഒരു പറഞ്ഞ് കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ ആയിരുന്നു. അടുത്തത് ഓഫ് ദ ബോൾ റണ്ണാണ്.
ഓഫ് ദ ബോൾ റണ്ണ് ഒരു സ്ട്രൈക്കർക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇദ്ദേഹം സ്ട്രൈക്കറായിട്ടല്ല, എനിക്ക് തോന്നുന്നു വിങ്ങിലാണ് കളിക്കുക എങ്കിൽ കൂടി ഓഫ് ദ ബോൾ റൺ ക്വാളിറ്റി ഒരു സ്ട്രൈക്കർക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പൊസിഷനിങ് കുറച്ച് മോശമാണ്, 8 പോയിന്റേ ഉള്ളൂ. ബാഡ് ആയിട്ടാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. എങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. ടീം വർക്ക്, അതായത് ഒരു ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം മരിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. നമുക്ക് ഇതിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. 12 പോയിന്റ് അദ്ദേഹത്തിന് ടീം വർക്കിലുണ്ട്. വിഷൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, വിഷൻ വളരെ കുറവാണ്. അതൊരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെങ്കിൽ കൂടി നമ്മുടെ ടീമിൽ നല്ല അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള, അതായത് ത്രൂ ബോളൊക്കെ കൊടുക്കാൻ പറ്റിയ സിഡോ, അതുപോലെ തന്നെ അർക്കസ്, സഹൽ പോലത്തെ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കത് ടീമിനൊരു മോശമായ രീതിയിൽ ബാധിക്കുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ വർക്ക് റേറ്റ് നമ്മളെ മുസ്തഫയൊക്കെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി വർക്ക് റേറ്റാണ്. അപ്പോൾ അധ്വാനിച്ച് കളിക്കാൻ, ടീമിന് വേണ്ടി മരിച്ച് കളിക്കാൻ ത്രാണിയുള്ളൊരു പ്ലെയർ തന്നെയാണ് മെസ്സി. ഇനി അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് നോക്കുകയെന്ന് വെച്ചാൽ ആക്സിലറേഷൻ 11 പോയിന്റ് ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ആക്സിലറേഷനുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ എഗ്ലിറ്റി 10 പോയിന്റ് ഉണ്ട്, ബാലൻസ് 14 പോയിന്റ് ഉണ്ട്. അതായത് നല്ല ബോൾ കൺട്രോളാണ് അവർ ഉദ്ദേശിക്കുന്നത്, ബോൾ ബാലൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ഉള്ള പ്ലെയറാണ്. അത് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ആ ബോൾ മറ്റുള്ള പ്ലെയർക്ക് വിട്ടുകൊടുക്കാതെ നല്ല കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്ലെയർ തന്നെയാണ് മെസ്സി. അതുപോലെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ് ജമ്പിങ് റീച്ച്. നല്ലൊരു റീച്ചുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയൊരു ഗോളുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ. നല്ല ജമ്പ് ചെയ്തിട്ടുള്ളൊരു ഹെഡിങ് കപ്പാസിറ്റിയുള്ളൊരു പ്ലെയറാണ്, നല്ലൊരു ജമ്പിങ് റീച്ചുള്ളൊരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് കോർണർ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഫ്രീ കിക്ക് സിറ്റുവേഷനിലൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്രദം ആവുന്നൊരു പ്ലെയർ തന്നെയാണ് മെസ്സി. നല്ല ഫിറ്റ്നസ് ഉള്ളൊരു പ്ലെയറാണ്. പിന്നെ കൂടാതെ പേസ്, നേരത്തെ നമ്മൾ ആക്സിലറേഷൻ കുറവാണെന്ന് പറഞ്ഞു, അതുപോലെ സ്പീഡ് ഒരു ആവറേജേ ഉള്ളൂ. പക്ഷെ നല്ല പേസ് ഉള്ള ഒരു പ്ലെയറാണ്. നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ടും നല്ല കാലിന് നല്ല നീളമുള്ളത് കൊണ്ടും 2 കാല് വെക്കുമ്പോഴേക്ക് നല്ല നീളത്തിൽ ദൂരം അദ്ദേഹത്തിന് ഓടാൻ പറ്റും. അതാണ് ഈ പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്പീഡ് ഒരു മാറ്ററായിട്ട് വരുന്നില്ല. പിന്നെ സ്റ്റാമിനയും നല്ല രീതിയിലുണ്ട്, സ്ട്രെങ്ത്തും നല്ല രീതിയിലുണ്ട്. ഇനി ഓവറോൾ അദ്ദേഹത്തിന് നോക്കുക വെച്ചാൽ 100ൽ ആസ് എ സ്ട്രൈക്കർ എന്നുള്ള രീതിയിലാണ് 100ൽ 56 പോയിന്റ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കറണ്ട് എബിലിറ്റി 200ൽ 112 ആണ്. അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോമാണ് അവർ പറയുന്നത്. 200ൽ 112 പോയിന്റ് ഉണ്ട്. പൊട്ടൻഷ്യൽ എബിലിറ്റി 200ൽ 122 ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കളിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ്, ആ ലിമിറ്റിൽ അദ്ദേഹം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോൾ ആ ലിമിറ്റിൽ എത്താൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും കാലം കളിച്ചു വരുന്ന ഒരു സാഹചര്യമായിരിക്കില്ല ISL കുറച്ചുകൂടി നല്ല രീതിയിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓവറോളായിട്ട് മെസ്സിയെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഒരു വലിയൊരു പ്ലെയറൊന്നും അല്ല, ഒരു ഏവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ എന്ന നിലയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്ലെയറാണ്. പിന്നെ അദ്ദേഹം സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുമ്പോൾ കുറച്ച് മോശമായ രീതിയിൽ എനിക്ക് തോന്നി. എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് എൽക്കും അദ്ദേഹത്തെ ലെഫ്റ്റ് വിങ്ങിൽ യൂസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ഡിഫെൻസീവ് ക്വാളിറ്റിയും വർക്ക് റേറ്റൊക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിഫൻഡേഴ്സിനെ സഹായിക്കാനും അതുപോലെ മറ്റുള്ള എതിർ ടീമുകളിൽ നിന്ന് ബോൾ കളക്ട് ചെയ്യാനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. പിന്നെ നമ്മളെ ടീമിൽ എല്ലാവരും നല്ല ഹൈറ്റ് ഉള്ളതും ജമ്പിങ് റീച്ചും നല്ല ഹെഡിങ് ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റിയുള്ള പ്ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്രോസിംഗ് കൊടുക്കാൻ എബിലിറ്റിയിലുള്ള പ്ലെയറാണ്. ഇനി കുറേ പേര് അദ്ദേഹത്തെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് ഞാൻ വാട്സപ്പിലും മെസ്സേജും അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അദ്ദേഹം കളിച്ച് പ്രൂവ് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മുംബൈ സിറ്റിയിൽ കളിച്ച അർണോൾഡ് ഇസോക്കോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ്. അദ്ദേഹത്തെക്കാൾ മുകളിൽ എബിലിറ്റീസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് മെസ്സി. അപ്പോൾ റാഫേൽ മെസ്സിയെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ മെസ്സിയും ഒഗ്ബച്ചയും തമ്മിലൊരു കമ്പാരിസനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കാലിബറും ക്യാപ്പബിലിറ്റീസൊക്കെ. കൂടാതെ മെസ്സിയെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിലും ഫോർമേഷനിലും എങ്ങനെ അദ്ദേഹത്തെ യൂസ് ചെയ്യാം, അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളുണ്ടാവും, ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വെച്ച് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.